എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇലക്ട്രിക് പവർ അഥവാ വൈദ്യുത പവർ. അപ്പം നമുക്ക് പവർ എന്താണെന്നറിയാം. നോർമലി പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ് പവർ. അതായത് പ്രവൃത്തിയുടെ നിരക്കിനെ പവർ എന്ന് പറയുന്നു. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഈസ് കോൾഡ് പവർ. അപ്പോൾ അതുകൊണ്ട് പവറിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി സമം ഡബ്ല്യു ബൈ ടി. അതായത് പി എന്ന് പറയുന്നത് പവർ, ഡബ്ല്യു എന്ന് പറയുന്നത് വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി, ടി എന്ന് പറയുന്നത് സമയം. അപ്പോൾ ഒരു നിശ്ചിത സമയം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയെയാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ് പവർ അല്ലെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഈസ് നോൺ ആസ് പവർ എന്ന് പറയാം. അപ്പം അത് ഏതൊരു സിറ്റുവേഷനിലും പവർ എന്ന് പറയുന്നത് അതാണ്. അപ്പം നമുക്കിവിടെ വിശകലനം ചെയ്യേണ്ടത് ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിൻ്റെ പവറാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിൻ്റെ പവർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നടക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഹീറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് ഹീറ്റ് എനർജി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ വർക്ക്. ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ വർക്കിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? എച്ച് എന്ന് കൊടുക്കാം, അതായത് ഹീറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ എന്ത് വന്നു? ടൈം. കണ്ടോ? അപ്പോൾ ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിൽ ഒരു യൂണിറ്റ് ടൈം കൊണ്ട് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൽ ഉണ്ടാക്കുന്ന ഹീറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പം എത്രമാത്രം ഹീറ്റ് അതിൽ ഒരു നിശ്ചിത സമയം കൊണ്ട് ഉണ്ടാക്കുന്നുവോ അതായിരിക്കും ആ ഉപകരണത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പവർ പി സമം നമുക്ക് എന്ത് പറയാം? എച്ച് ബൈ ടി എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് എച്ച് ബൈ ടി എന്ന് ഉപയോഗിക്കാൻ കാരണം? വർക്ക് എന്ന് പറയുന്നത് നോർമൽ കേസിൽ പ്രവൃത്തിയാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് അപ്ലയൻസസിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹീറ്റാണ് ആണല്ലോ. അപ്പോൾ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായി മാറുന്നു? ഹീറ്റായി മാറും. അതായത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ഓൺലി ചേഞ്ചസ് വൺ ഫോം ടു അനദർ ഫോം. അതായത് ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ഒരു രൂപത്തിലുള്ള ഊർജത്തെ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുക മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ്, അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമത്തിൽ പറയുന്നത്. അപ്പം ആ ഒരു നിയമത്തെ ബേസ് ചെയ്തിട്ട് ഇവിടെ വർക്ക് എന്ന് പറയുമ്പോൾ എനർജിയാണ്. അവിടെ നമ്മൾ എനർജി യൂസ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ഈ അവിടുത്തെ ഉണ്ടാകുന്ന എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റാണ്. ഒരു ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് അപ്ലയൻസസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഏതാണ്? അതിലുണ്ടാകുന്ന ഹീറ്റ് എനർജിയാണ്. സോ അതുകൊണ്ട് നമുക്കെന്ത് കൊടുക്കാം? എച്ച് എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് വർക്കിന് പവർ കാണാൻ, ഒരു ഹീറ്റിംഗ് അപ്ലയൻസസിൻ്റെ പവർ കാണാൻ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയല്ലോ. പി സമം എച്ച് ബൈ ടി. നമ്മളിപ്പോൾ ഒരുപാട് ഇക്വേഷൻസുകൾ പഠിച്ചു കഴിഞ്ഞു. ജൂൾസ് ലോയിൽ നമ്മൾ പഠിച്ചു, ഓംസ് ലോയിൽ നമ്മൾ പഠിച്ചു. ദാ ഇപ്പോൾ പവറിലും നമുക്ക് ദാ ഇക്വേഷൻസുകൾ വരികയാണ്. അപ്പം മെയിനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പവറിലെ പി സമം എച്ച് ബൈ ടി ആണ്. ഒരു ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് അപ്ലയൻസസിൻ്റെ പവർ കാണാനുള്ള മെയിൻ ഇക്വേഷൻ, ഒന്നാം ഇക്വേഷൻ എന്ന് പറയുന്നത് പി സമം എച്ച് ബൈ ടി ആണ്. ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ കൊടുക്കുമ്പോൾ പുതിയ ഇക്വേഷൻസ് കിട്ടും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എച്ച് സമം എന്താണ്?
എച്ച് സമം ഐ സ്ക്വയർഡ് ആർ ടി ആണ്, ജൂൾസ് ലോ ബേസ് ചെയ്ത് അല്ലേ. അപ്പം ജൂൾസ് ലോ ബേസ് ചെയ്ത് എച്ച് സമം ഐ സ്ക്വയർഡ് ആർ ടി ആണ്. അപ്പം നമുക്ക് ഈ എച്ചിൻ്റെ സ്ഥാനത്ത് ഈ ഇക്വേഷൻ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ പി സമം എച്ചിൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുമ്പോൾ എന്ത് വരും? ഐ സ്ക്വയർഡ് ആർ ടി ഡിവൈഡഡ് ബൈ ടി. എച്ചിൻ്റെ സ്ഥാനത്ത് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചു. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ സ്ക്വയർഡ് ആർ ടി. ഇനി ഇതാ ഇവിടെ ഒരു ആറും അല്ല ഇവിടെ ഒരു ടിയും ഇവിടെ ഒരു ടിയും ഉണ്ട്, വെട്ടിപ്പോയി. അപ്പോൾ ഇതാ നമുക്ക് നോക്കിക്കേ, വി ഗെറ്റ് അനദർ ഇക്വേഷൻ. ഏതാണ്? പി സമം ഐ സ്ക്വയർഡ് ആർ. കണ്ടോ? അപ്പോൾ നമ്മൾ മറ്റൊരു ഇക്വേഷൻ പി സമം എച്ച് ബൈ ടിയിൽ നിന്ന് നമ്മളൊരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തു. ഏതാണ് ഇക്വേഷൻ? പി സമം ഐ സ്ക്വയർഡ് ആർ. നമ്മൾ ഓർക്കണം, ജൂൾസ് ലോയിലും ഇതേപോലെ തന്നെ നമ്മൾ ഇക്വേഷൻസുകൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കറക്റ്റ് ആ റൂട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമതൊരു ഇക്വേഷൻ കിട്ടി, സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. പവറിന് പി സമം ഐ സ്ക്വയർഡ് ആർ. ഇനി നമുക്ക് ഈ പി സമം ഐ സ്ക്വയർഡ് ആർ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് അവരുടെ, അതായത് ഇപ്പം ഐ സ്ക്വയർഡും ആറും കൂടെ ചേർന്നിട്ടാണ് പി സമം ഐ സ്ക്വയർഡ് ആർ വന്നത്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഐക്കൊരു ഇക്വേഷൻ കൊടുക്കാം. ഐയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അപ്പം ഈ ഇക്വേഷൻ എടുത്തിട്ട് ഐയുടെ ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? വി ബൈ ആർ ദ ഹോൾ സ്ക്വയർഡ്. വി ബൈ ആർ ദ ഹോൾ സ്ക്വയർഡ് ഇൻ ടു ആർ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാം. വി ബൈ ആർ ദ ഹോൾ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി സ്ക്വയർഡ് ബൈ ആർ സ്ക്വയർഡ് ഇൻറ്റു ആർ. ഇവിടെ രണ്ടാറുണ്ട്, ഇവിടെ ഒരാറുണ്ട്, വെട്ടിപ്പോയി. ഇതിൽ നിന്ന് ഒരാറ് വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇക്വേഷൻ കിട്ടി. എന്താണ്? ബി സ്ക്വയർഡ് ബൈ ആർ. കണ്ടോ? അപ്പോൾ പവറിന് നമുക്ക് അടുത്തൊരു ഇക്വേഷൻ കിട്ടി, മൂന്നാമതൊരു ഇക്വേഷൻ കിട്ടി. ഏതാണ് ഇക്വേഷൻ? പി സമം ബി സ്ക്വയർഡ് ബൈ ആർ. കണ്ടോ? അപ്പോൾ എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അതായത് പി സമം ഐ സ്ക്വയർഡ് ആർ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് ഐ എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഐയുടെ ഇക്വേഷൻ നമ്മൾ അങ്ങോട്ട് കൊടുത്തു. ഐയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് നമ്മൾ ട്രയാങ്കിൾ വരച്ച് പഠിച്ചത് ഓർമ്മയില്ലേ? അതായത് ഓംസ് ലോ ബേസ് ചെയ്ത്. അപ്പം ആ ഐ അങ്ങോട്ട് കൊടുത്തു. ഐയുടെ ഇക്വേഷൻ എന്താണ്? വി ബൈ ആർ ആണ്. അതിൻ്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ. അപ്പോൾ വി ബൈ ആർ ദ ഹോൾ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വി സ്ക്വയർഡ് ബൈ ആർ സ്ക്വയർഡ് ഇൻറ്റു പിന്നെ ആർ. അപ്പം ഇതിൽ രണ്ടാറുണ്ട്, ഇതിൽ ഒരാറുണ്ട്. എന്ത് ചെയ്തു? ആ ഓരോ ആറും വെട്ടിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി സമം വി സ്ക്വയർഡ് ബൈ ആർ. കണ്ടോ? അപ്പോൾ നമുക്ക് അടുത്തൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഈ പി സമം ഐ സ്ക്വയർഡ് ആറിലേക്ക് ആറിൻ്റെ ഇക്വേഷൻ ഒന്ന് കൂടി നോക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും. നാ നോക്ക്, പി സമം ഐ സ്ക്വയർഡ് ആർ ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ഇൻറ്റു ആറിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആറിൻ്റെ ഇക്വേഷൻ? ആറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി ബൈ ഐ. ശരിയല്ലേ? അപ്പം ഇവിടെ ഒരു ഐ ഉണ്ട്, ഇവിടെ രണ്ട് ഐ ഉണ്ട്, അതിലൊന്നിൽ നിന്ന് വെട്ടിപ്പോയി. എന്നിട്ട് നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ കിട്ടി, പി സമം ഐ വി. കണ്ടോ? അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എത്ര ഇക്വേഷൻ ഇപ്പോൾ ഈ പവറുമായി, ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിൻ്റെ പവറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എത്ര ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്? 4 ഇക്വേഷൻ. അതിലെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് പി സമം എച്ച് ബൈ ടി. ഇതിൽ നിന്ന് തന്നെയാണ് അടുത്ത സെക്കൻഡ് ഇക്വേഷൻ ഉണ്ടായിരിക്കുന്നത്. അതായത് എച്ച് എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർഡ് ആർ ടി ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ എച്ചിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഐ സ്ക്വയർഡ് ആർ ടി ഉപയോഗിച്ചു. അപ്പോൾ പി സമം ഐ സ്ക്വയർഡ് ആർ ടി ഡിവൈഡഡ് ബൈ ടി. രണ്ട് ടി, താഴത്തെ രണ്ട് ടി വെട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ വി ഗെറ്റ് പി സമം ഐ സ്ക്വയർഡ് ആർ. ഇനി ഈ പി സമം ഐ സ്ക്വയർഡ് ആർ എന്ന് പറയുന്നതിന് അതിൽ നിന്നാണ്
നമ്മൾ മറ്റ് രണ്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തത്? ഒന്നാമത്തെ ഇക്വേഷൻ ഐയുടെ ഇക്വേഷൻ അഡോപ്റ്റ് ചെയ്ത് കൊടുത്തു അല്ലേ? അപ്പോൾ ഐയുടെ ഇക്വേഷൻ എന്താ? വി ബൈ ആർ. അപ്പോൾ വി ബൈ ആർ ദ ഹോൾ സ്ക്വയർഡ് ഇൻ ടു ആർ. അപ്പോൾ വി ബൈ ആർ ദ ഹോൾ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി സ്ക്വയർഡ് ബൈ ആർ സ്ക്വയർഡ് ഇൻ ടു ആർ. ഇതിലെ ഒരു ആറും അതിലെ ഒരു ആറും വെട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി സ്ക്വയർഡ് ബൈ ആർ. അപ്പോൾ പി സമം ബി സ്ക്വയർഡ് ബൈ ആർ. ഇനി മറ്റൊരു ഇക്വേഷൻ, ഈ പി സമ ഐ സ്ക്വയർഡ് ആറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആറിൻ്റെ ഇക്വേഷൻ കൊടുത്തു. അപ്പോൾ ആറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? വി ബൈ ഐ ആണ്. അപ്പോൾ ഐ സ്ക്വയർഡ് ഇൻറ്റു വി, ആറിന് പകരം വി ബൈ ഐ കൊടുത്തു. ഇവിടെ രണ്ട് ഐ ഉണ്ട്, ഇവിടെ ഒരു ഐ ഉണ്ട്, വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി സമം ഐ ബി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് അപ്ലയൻസസിൻ്റെ ഹീറ്റ് പവർ കണക്കാക്കാൻ നമ്മളിപ്പോൾ ഇത്രയും ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ മെയിൻ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതിലേക്ക് ബാക്കിയുള്ളത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇക്വേഷൻസുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ അത് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യണം. കാരണം ചോദ്യത്തിൽ തരുന്ന കണ്ടൻസ് മനസ്സിലാക്കി എളുപ്പത്തിൽ ഇക്വേഷൻ എടുത്ത് നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. അപ്പം അതിന് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ട്. അതിനെ നമ്മൾ ഡബ്ല്യു എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. അപ്പം ദ യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഡബ്ല്യു. ഓക്കെ. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട്. എന്നാൽ ആദ്യകാലങ്ങളിൽ പവറിൻ്റെ യൂണിറ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹോഴ്സ് പവർ എന്ന് പറയുന്നതാണ്. എച്ച് പി എന്ന് പറയും. ഹോഴ്സ് പവർ, അതായത് കുതിര ശക്തി. അതായത് കുതിരയാണ് ഏറ്റവും പവർ കൂടിയ ജീവി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ഹോഴ്സ് പവർ എന്ന് പവറിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കുതിര ശക്തി. ഇപ്പം യന്ത്രമായതുകൊണ്ട് അതിങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ വർക്കിങ്ങിൽ അതിൻ്റെ പവർ എന്ന് പറയുന്നത് ആദ്യകാലം മുതൽക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മറ്റൊരു യൂണിറ്റാണ് ഇത് ഹോഴ്സ് പവർ, എച്ച് പി എന്ന് പറയും. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. ഒരു ഹോഴ്സ് പവർ എത്ര വാട്ടാണ്? 746 വാട്ട്. ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇത് പിന്നീടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗപ്രദമാണ്. ഒരു ജനറൽ നോളജ് തന്നെയാണ്. ഒരു ഹോഴ്സ് പവർ എത്ര വാട്ടാണ്? ഒരു ഹോഴ്സ് പവർ എത്ര വാട്ടാണ്? 746 വാട്ട്. അപ്പം നമ്മളിനി പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് തരുന്ന ചോദ്യത്തിൽ ഹോഴ്സ് പവറിലാണ് അവർ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അത് വാട്ടിലേക്ക് മാറ്റണം. മനസ്സിലായോ? അപ്പോൾ വാട്ടിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ആ കണക്ക് ചെയ്യാൻ. ഇനി ഈ ഹോഴ്സ് പവർ നമ്മൾ ഇന്നും യൂസ് ചെയ്യുന്ന ചില ഇലക്ട്രിക് ഡിവൈസുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇലക്ട്രിക് മോട്ടർ. നമ്മൾ കിണറുകളിലൊക്കെ ഉപയോഗിക്കുന്ന മോട്ടർ, അതിൻ്റെ പവർ എപ്പോഴും പ്രസ്താവിക്കുന്നത് ഹോഴ്സ് പവറിലാണ്, കുതിര ശക്തിയിലാണ്. 1 HP, 2 HP, 1/2 HP എന്നൊക്കെയാണ് അതിൻ്റെ പവർ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം 1 HP ആണെങ്കിൽ അതിന് എത്ര വാട്ടുണ്ടാവും? 746 വാട്ടുണ്ടാവും. 1/2 HP ആണെങ്കിലോ 746 ഡിവൈഡഡ് ബൈ 2. ഇനി 2 HP-യുടെ മോട്ടർ എന്നാണ് പറഞ്ഞാൽ ഇത് എത്ര വാട്ടായിരിക്കും? 746 ഇൻറ്റു 2. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഈ പവറിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഭാഗത്തേക്ക് കടക്കാം. ഇതാ ഇവിടെ നമുക്ക് ഒരു ചോദ്യം തന്നിരിക്കുന്നു. എന്താണ് ഈ ചോദ്യം? എ ഹീറ്റിംഗ് അപ്ലയൻസ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 115 ohm
if 2 ampere current flows through it, what is the power of the appliance? എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചോദ്യങ്ങൾ വായിച്ച് ശരിക്കും അതിൻ്റെ ആശയം മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങളത് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ഹീറ്റിംഗ് അപ്ലയൻസ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 115 ഓം. അതായത് 115 ഓം പ്രതിരോധമുള്ള ഒരു താപന ഉപകരണം, അതായത് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണം, ഹീറ്റിംഗ് അപ്ലയൻസ്. അതിലേക്ക് 2 ആംപിയർ കറണ്ട് കടത്തി വിടുകയാണെങ്കിൽ അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ പവർ എത്രയായിരിക്കും? വാട്ട് ഈസ് ദ പവർ ഓഫ് ദി അപ്ലയൻസ്? ഓക്കെ, എ ഹീറ്റിംഗ് അപ്ലയൻസ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 115 ഓം. If 2 ampere current flows through it, what is the power of the appliance? ഇപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡേറ്റാസ് നമ്മൾ അങ്ങോട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പം വായിച്ചു വരുന്ന ആ മുറയ്ക്ക് തന്നെ, ആ ഒരു ഓർഡറിൽ തന്നെ, എ ഹീറ്റിംഗ് അപ്ലയൻസ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ്, അപ്പോൾ എന്താ തന്നിരിക്കുന്നത്? റെസിസ്റ്റൻസ് ആർ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും അതിൻ്റെ സിമ്പിൾസുകൾ മാത്രമേ യൂസ് ചെയ്യാവൂ. നിങ്ങൾ അവിടെ റെസിസ്റ്റൻസ് എന്ന് എഴുതേണ്ട കാര്യമില്ല, അതിനുള്ള സിമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആർ സമം 115 ഓം. അടുത്തത്, ഇഫ് 2 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്, അപ്പോൾ ഇതിലേക്ക് കടത്തിവിട്ട കറണ്ടിൻ്റെ അളവ് എത്ര? 2 ആംപിയർ. അപ്പോൾ കറണ്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഐ എന്ന അക്ഷരം കൊണ്ടാണ്. അപ്പോൾ ഐ സമം 2 ആംപിയർ. ഇനി വാട്ട് ഈസ് ദ പവർ ഓഫ് ദി അപ്ലയൻസ്? എന്ത് കാണണം? ആ അപ്ലയൻസിൻ്റെ പവർ കാണണം, അഥവാ പി കാണണം. ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി നമുക്ക് തന്നിരിക്കുന്ന കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് എടുക്കണം. ഇപ്പം ഇവിടെ നമ്മൾ 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ഐയും ആറും ആണ് തന്നിരിക്കുന്നത്. നമുക്ക് പി കാണണം. അപ്പം നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? പി സമം ഐ സ്ക്വയർഡ് ആർ എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ പല ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പല ഇക്വേഷൻസുകളാകുമ്പോൾ നിങ്ങൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ഇത് കൃത്യമായിട്ട് നിങ്ങളെല്ലാം പഠിച്ച് വെച്ചിരിക്കണം. ഇക്വേഷൻസുകൾ അത് പല ആവർത്തി എഴുതി തന്നെ പഠിക്കണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലതിരിക്കും. ഇനി അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾക്ക് അത് ഡെറിവേറ്റ് ചെയ്ത് കൊണ്ടുവരാം. പക്ഷെ അന്നേരം പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ സമയം കിട്ടാറുള്ളൂ. സമയം വളരെ വിലപ്പെട്ടതാണ് അവിടെ അല്ലേ? അതുകൊണ്ട് ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഐയും ആറും ആണ് തന്നിട്ടുള്ളത്. പവർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കുന്നു? പി സമം ഐ സ്ക്വയർഡ് ആർ. ഇനി ഇതിനകത്തിലേക്ക് വാല്യൂസ് കൊടുത്താൽ പോരെ? ഐ എത്രയാണ്? 2, അതിൻ്റെ സ്ക്വയർ ഇൻറ്റു ആർ എത്രയാണ്? 115. ഇനി 2ൻ്റെ സ്ക്വയർഡ് 4. 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ആണ്. അല്ലെ 2 ഇൻറ്റു ഈ 2 ആണോ? അല്ല, ഇതിന് 2 പ്രാവശ്യം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 115. ഇനി നിങ്ങൾ 115നെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഗുണിക്കാൻ ഈ ദാവിലോട്ട് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യാം. 115 ഗുണം 4, ഈ 4ഉം 5ഉം കൂടെ ഗുണിക്കുക. ഐ 4 20 0 ശിഷ്ടം 2, 1 4 24, 1 4 4. ആ 4ൻ്റെ കൂടെ 2 കൂടെ കൂട്ടുക. അപ്പോൾ എത്ര കിട്ടി? 6. 4 2 6, വീണ്ടും 1 4 4. അപ്പോൾ എത്ര കിട്ടി? 460 യൂണിറ്റ് വാട്ട്. കണ്ടോ? അപ്പോൾ ഈ ഹീറ്റിംഗ് അപ്ലയൻസിൻ്റെ പവർ എത്രയാണ്? 460 വാട്ട്. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ആ ചോദ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എടുത്തിട്ടാണ്. ഓക്കെ, പവറിൻ്റെ അടുത്തൊരു ടൈപ്പ് കണക്കിലേക്ക് കിടക്കാം.
ഇവിടെ എ കറണ്ട് ഓഫ് 0.4 ആംപിയർ flows through an electric bulb working at 230 volt. What is the power of the bulb? അതായത് ഒരു ഇലക്ട്രിക് ബൾബ്, ആ ഇലക്ട്രിക് ബൾബിലേക്ക് കടത്തിവിടുന്ന വൈദ്യുതിയുടെ അളവ് എത്രയാണ്? 0.4 ആംപിയർ. ആ ഇലക്ട്രിക് ബൾബിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 230. അപ്പോൾ 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ബൾബിലേക്ക് 0.4 ആംപിയർ കറണ്ടിനെ കടത്തിവിടുന്നു. അങ്ങനെയെങ്കിൽ ആ ബൾബിൻ്റെ പവർ എത്രയാണ്? ഓക്കെ, നമുക്കിനി നമ്മുടെ കണ്ടന്റുകൾ എഴുതാം. ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് ഐ തന്നിട്ടുണ്ട്. ഐ സമം 0.4 ആംപിയർ. അടുത്ത വോൾട്ട് വി തന്നിട്ടുണ്ട്. എത്രയാണ്? 230 വോൾട്ട്. എന്ത് കാണണം? പവർ പി കാണണം. ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഐയും വിയുമാണ്. ഐയും വിയും തന്നാൽ പവർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് ഇക്വേഷൻ? പി സമം ഐ വി. പി സമം ഐ വി. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തിലേക്ക് വളരെ സിമ്പിളാണ്, ഇതിനകത്തിലേക്ക് വാല്യൂസ് ആഡ് ചെയ്യുക. ഐയുടെ വില എത്രയാണ്? 0.4 ഇൻറ്റു വി. വി എത്രയാണ്? 230. ഇനി 0.4 കൊണ്ട് 230നെ ഗുണിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ 0 അവിടെ നിൽക്കട്ടെ, അതേപോലെ തന്നെ ഈ പോയിൻ്റ് അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ 4 കൊണ്ട് ഈ 230നെ ഗുണിക്കുക. ഓക്കെ, ശേഷം നമുക്ക് 0യും പോയിൻറ്റും ഇടാം. അത് നമുക്ക് എളുപ്പം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ക്രിയ ചെയ്ത് സമയം കളയാതെ വളരെ എളുപ്പത്തിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ 0 അവിടെ നിൽക്കട്ടെ, 23നെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 23നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 3 12ന് 2 ശിഷ്ടം 1 1 4 4 24 8 8 1 9. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 0 അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളിപ്പോൾ ഗുണിച്ചത് 0.4 കൊണ്ട് 230നെയാണ്. അപ്പോൾ ഈ വാല്യൂവിൽ ഈ പോയിന്റ് നമ്മൾ ഇടണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്ഥാനം മാറിയല്ലേ പോയിന്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വാല്യൂവിലും നമ്മൾ വലത്തു നിന്ന് ഇടത്തേക്ക് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പോൾ ഒരു സ്ഥാനം മാറി പോയിന്റ് വന്ന് ആ പോയിന്റ് കഴിഞ്ഞിട്ട് 0 വരികയാണെങ്കിൽ പിന്നെ ആ 0 എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ എത്രയാണ് ഈ ബൾബിൻ്റെ പവർ? 92 വാട്ട്, അതായത് 92 വാട്ട്. അപ്പോൾ 92 വാട്ട് പവറാണ് ഈ ബൾബിന് ഉള്ളത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്.